ആദർശിൻ്റെയും നാളത്തെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ കനകയാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലാണ് നന്ദുവിൻ്റെ അടുത്ത് സംസാരിക്കുന്നത് കേട്ടോ. അപ്പം നന്ദു ആണെങ്കിൽ അനിയായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുക കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ കനക പറയും, ഇത്രയും നാൾ നീ ഞങ്ങളെ പറ്റിക്കുകയാണോ, അനിയുമായിട്ടൊരു ബന്ധവും കാര്യങ്ങളും ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ട് നീ ഞങ്ങളെ പറ്റിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് കനക നല്ല ദേഷ്യപ്പെടും നന്ദുവിൻ്റെ അടുത്ത് കേട്ടോ. പിന്നെ നമ്മളെ ദേവയാനിയെ കാണിക്കുന്നുണ്ട്. ദേവയാനിയാണെങ്കിൽ ആദർശിൻ്റെ അടുത്തും നയനയുടെ അടുത്തും പറയുന്നുണ്ട്, അനാമികയ്ക്കാണെങ്കിൽ ആരും ഒരു മൈൻഡോ കാര്യങ്ങളോ ഒന്നും കൊടുക്കരുത്, അവളെ നമ്മൾ ആരും മൈൻഡ് ചെയ്യരുത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ആദർശ് പറയുന്നുണ്ട്, എങ്ങനെയാണെങ്കിലും അനിയുടെ ജീവിതം രക്ഷപ്പെടണം, അത്ര മാത്രമേ ഉള്ളൂ എനിക്ക്. കാര്യം അവൻ മുമ്പേ ഓരോ കാര്യങ്ങൾ അനാമികയെക്കുറിച്ച് പറയുമ്പോൾ നമ്മളാരും വിശ്വസിക്കത്തില്ലായിരുന്നു, ഇപ്പോൾ എന്തായാലും നമുക്ക് ബോധ്യപ്പെടുന്നുണ്ടല്ലോ എന്നൊക്കെ പറയും. അപ്പം നമ്മൾ ദേവയാനി പറയുന്നുണ്ട്, വലിഞ്ഞു കയറി വന്ന പട്ടിയുടെ വില പോലും ഇനി അവൾക്ക് കൊടുക്കരുത്, കാര്യം അങ്ങനെ കൊടുക്കാതിരിക്കും അവളെ വീട്ടിൽ പൊയ്ക്കോളൂ, ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോകുന്നു പറഞ്ഞ് അവൾ പോകുമല്ലോ. അപ്പോൾ ആ സമയത്ത് പിന്നെ മൊത്തത്തിൽ വരാത്ത രീതിയിലുള്ള അത്രയ്ക്കും വെറുത്ത് ഇങ്ങോട്ട് വരാൻ അവൾക്ക് തോന്നരുത്, ആ രീതിയിൽ അവൾ ഇവിടുന്ന് പോകണമെന്നൊക്കെ പറയും. പിന്നെ നമ്മളെ ജലജയും അഭിയയും അനാമികയാണ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അനാമികയാണെങ്കിൽ ജലജയെ അഭിയൊക്കെ കൂടെ നിർത്താനുള്ള ഒരു ശ്രമത്തിലൊക്കെ ഇങ്ങനെ അവരുടെ അടുത്ത് പോയി പറയുന്നുണ്ട്. ഇവിടെ നയമാണ് ഉള്ളത്, ഒന്ന് ആദർശന് നയനയ്ക്കും ഒരു നയം, പിന്നെ ബാക്കിയുള്ളവർക്കെല്ലാം ഒരു നയമാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നല്ല ചൂട് പിടിപ്പിക്കുന്നുണ്ട് നമ്മളെ ജലജയും അഭിയയും കൂടെ. അങ്ങനെ സംസാരിച്ചിട്ടൊക്കെ നല്ല ചൂടൊക്കെ പിടിപ്പിച്ചിട്ട് നമ്മൾ അനാമികയാണെങ്കിൽ റൂമിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മൾ അനാമികയാണെങ്കിൽ ഭയങ്കര ടെൻഷനായിട്ടൊക്കെ ഇരിക്കുമോ, എന്താ സംഭവം എന്നറിയാൻ വയ്യ, ഭയങ്കര ടെൻഷനൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ പ്രൊമോ റിവ്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണോട് എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.